നിങ്ങളാണോ? ഞാൻ പുറത്ത് വണ്ടി എടുക്കണണ്ടപ്പോ വിചാരിച്ചു വേറെ ആരെങ്കിലും ഇക്കാരെന്ന്. ആ, ഏതായാലും നീ കൂടെ വന്നല്ലേ, അപ്പം കേറിയേക്കാന്നുണ്ട് വിചാരിച്ച്. എടാ, നിന്റെ ലീവ് എന്താ 6 മാസം എന്നൊക്കെയല്ലേ നീ പറഞ്ഞേ? ആ ലീവിൽ എന്റെ കല്യാണം നടത്തിയല്ല. അല്ല, അന്ന് നീ ഒരു പോക്ക് പോയതാ, ഇപ്പളാ തിരിച്ചെത്തണേ. അപ്പം ഇപ്പൊ തന്നെ കല്യാണം നടത്തിയിട്ടില്ലേ, നീ ഒരു പോക്ക് പോയാല് അതും നടക്കൂല. പിന്നെ ഏതെങ്കിലും വർഷത്തിലൊക്കെ നീ വരുള്ളൂ. ഓ എന്റെ അച്ഛ, നിങ്ങൾ ഇങ്ങനെ ധൃതി വെക്കാതെ. എനിക്ക് ഏതായാലും 6 മാസം ലീവ് ഉണ്ട്. 6 മാസം കഴിഞ്ഞാലും ആ ലീവ് ചിലപ്പോ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നടത്താ. നിങ്ങൾ ബേജാറാവില്ലേ? ടെൻഷനൊന്നും ഇല്ലടാ. നീ ഇങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കുമ്പോ കണ്ടിട്ട് സഹിക്കണില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഓഹോ. എടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി നിങ്ങളെ കല്യാണം കഴിയാത്തത്. നീ ഇപ്പൊ ലീവിന് വന്നിട്ടും നടക്കാതിരിക്കുമ്പോ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളങ്ങോട്ട് ശ്രദ്ധിക്കാതെ മതി. ഓരെന്തെങ്കിലും വെച്ച് പറഞ്ഞോട്ടെ. ആ, ഞാൻ പോവാണ്. ആ, പറഞ്ഞതിലും കാര്യണ്ട്. നമ്മളെന്തിനാ ഓര് പറഞ്ഞൊക്കെ ഇങ്ങനെ കേൾക്കാൻ നിക്കണ്? ഓരോ വായോണ്ട് പറയണേ, നമ്മളൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ധ്രുവൻക്കും വേണ്ടി പെണ്ണിനൊന്നും നോക്കണില്ലേ? ധ്രുവന്റെയും മധുവിന്റെയും കല്യാണം ഒപ്പം നടത്താന്നാ വിചാരിച്ചത്. ആ, ഇതുവരെ തുടങ്ങിയിട്ടില്ല. അന്വേഷിച്ച് തുടങ്ങണം. അവര് ധ്രുവേട്ടന്റെ കാര്യമാണല്ലോ പറയുന്നത്. എന്താണത്? ഇവരെന്താ മെല്ലെ സംസാരിക്കുന്ന? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ, എന്നാ അങ്ങനെ ചെയ്യാം. അങ്ങനൊക്കെ ഉണ്ടല്ലേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. നമുക്ക് ഡൗട്ടൊന്നും അടിച്ചിട്ടില്ലേ? ആ, ഏതായാലും നമുക്ക് ആലോചിക്കാം. ഞാൻ അവളോടും കൂടെ ഒന്ന് പറയാം. സംസാരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഉറപ്പിക്കാം. നിങ്ങളെ ഒരു സമ്മതം കൂടെ വേണല്ലോ. ഞാൻ പിന്നെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ആ, അത് ഞാൻ അറിയിക്കണ്ട്. നീ എന്നാ ഇപ്പൊ വന്നതല്ലേ, ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. ഏയ് വേണ്ട, വെറുതെ എന്തിനാ ചായ ഒക്കെ ഉണ്ടാക്കണ ഈ സമയത്ത്. ഞാൻ ഏതായാലും പോവാ. എന്നാൽ ഇവർ എന്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവാ? എന്തൊക്കെയോ. എന്നാലും സംതിങ്. നീ എന്താടി ഇവിടെ പതുങ്ങി നിക്കണേ? നീ കുളിച്ച് ഫ്രഷ് ആവണില്ലേ? പോടി. ശരി അമ്മ, ഞാൻ പോയിക്കോളാം. ഹേയ് ബ്രോ, എന്തൊക്കെയുണ്ട് വർത്താനം? സുഖം തന്നെയല്ലേ? ഇതെങ്ങനെ പോകുന്നു? പിന്നെ ഒരു സന്തോഷ വാർത്ത, ഞാൻ നാട്ടിലെത്തി. ആ, നീയാണ്? അതെങ്ങനെയാടാ സന്തോഷ വാർത്ത? അത് ബാഡ് ന്യൂസ് അല്ലേ? അറിയില്ല, എന്നാലും നീ അങ്ങനെ പറയട്ടെ. എനിക്ക് വിഷമായി, അല്ലാണ്ട് വിഷമായി. ആ, ആണ്ട് സഹിച്ചാണ്. അല്ല, എന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ കേട്ട്. യെസ്, എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആ, ഒരു സുന്ദരിയായ പെണ്ണിനെ അങ്ങോട്ട് വിവാഹം കഴിക്കേണ്ടി വന്നു. എന്താടാ വന്നു എന്നുള്ളതിലൊരു ഇതുണ്ട്, കാണുന്നുണ്ടല്ലോ. എന്താ സംഭവം? എന്റെ പൊന്നുള്ള ഓർമ്മിപ്പിക്കല്ലോ. വെറുതെ തലയിടാൻ പോയല്ല, അത് പിന്നെ തലയിലായെന്ന് മാത്രം. ചിരിക്കല്ലടാ പട്ടി. അല്ലടാ, നിന്റെതെങ്ങനെ അവിടെ പോണ്? കല്യാണൊക്കെ ആയോ? ഞാൻ ഏതായാലും വരുന്നുണ്ട്. അയ്യോ വേണ്ട, നീ വരികയാണെങ്കിൽ നാളെ തന്നെ എന്റെ കല്യാണം നടക്കും. അങ്ങനെ വേണ്ട, അത് അതിന്റെ വഴിക്ക് നടന്നോളൂ. അത്ര ധൃതിയൊന്നുമില്ല. അളിയ വെക്കട, യുദ്ധം തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ കാണാം, ബൈ. ഓക്കെ, ജീവനോടുണ്ടെങ്കിൽ വിളിക്കട്ട. പോടാ.
ഇന്ന് രണ്ടാൾ നേരത്തെയാണല്ലോ. അത് എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട, പുറത്തന്നെ നിന്നു. ഓക്കെ മാം. നീ ഒരൊറ്റ ഒരാൾ കാരണം എടുക്കും നമ്മൾ നേരം വിളിക്കുന്നത്. നമുക്ക് നേരത്തെ നീച്ചൂടേന്. ഇന്നലെ കെടുക്കാൻ നേരം വെച്ചു, അതാണ് സംഭവം. അല്ല, ഫസ്റ്റ് വീട്ടിലോട്ട് കിരണേട്ടൻ്റെ ഇതെന്താ ഈ മിസ്? ലീവ് ആവാനാ ചാൻസ്. കാരണം ആളവിടെ മൂടി കിടക്കുന്നുണ്ട്. ഇന്ന് വരുമെന്ന് തന്നെ ആവാം. എന്തെങ്കിലും പറ്റുമോ? എന്തെങ്കിലും വയ്യായിക്ക? ഉണ്ടംപൊരി. ഇത്ര ദിവസം വന്നപ്പോ തന്നെ മടുത്തിട്ടുണ്ടോ? അല്ലാപ്പ എന്താ? അല്ല, എന്താ ലിസ്റ്റ് എടുക്കണ്ടല്ലോ. ആദ്യം നമുക്ക് ബോയ്സിന്റെ എടുക്കാം, എന്നിട്ട് മതിയിലെ ഗേൾസ്. ഗേൾസിനകത്ത് ആടത്തുണ്ടികളൊക്കെ ഉള്ളല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ബോയ്സിന്റെ എടുക്കാം. വെറുതെ എന്തിനാ ഫസ്റ്റ് തന്നെ എനർജി ഒക്കെ കളയുന്നത്? ഓക്കെ, ശരി.